നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാഹി ദേവിയുടെ നാമം ഒരിക്കൽ പോലും ജപിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശക്തി സ്വരൂപിണിയാണ് അമ്മ. വരാഹി ദേവിയെ ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ എന്നതാണ് വാസ്തവം. വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട തൊടുകുറി ശാസ്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല. കാരണം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സങ്കടങ്ങൾ കടന്നു വരിക, നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്നത്, സന്തോഷം എപ്പോഴാണ് ഉണ്ടാകുന്നത്, ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. എന്നാൽ തൊടുകുറി ശാസ്ത്രം സത്യമുള്ള ശാസ്ത്രമാണ്. തൊടുകുറി ശാസ്ത്രത്തിലൂടെ നമുക്ക് വരാനിരിക്കുന്ന പല നല്ല കാര്യങ്ങളെക്കുറിച്ചും മോശം കാര്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ദുഃഖിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ആ ദുഃഖം എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും, നിങ്ങൾക്ക് എപ്പോൾ മനസ്സമാധാനം ലഭിക്കും, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിലൂടെ നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി കണക്കാക്കുക. അതിനായിട്ട് വരാഹി ദേവിയുടെ 2 വ്യത്യസ്ത ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രമാക്കി ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ദുഃഖം എത്രയും വേഗം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണേ എന്ന് വരാഹി ദേവിയോടും നിങ്ങളുടെ ഇഷ്ട ദേവതയോടും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന വരാഹി ദേവിയുടെ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം പറയും എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ദുഃഖം ഒഴിഞ്ഞു പോകും എന്ന്. ആദ്യമായിട്ട് വരാഹി ദേവിയുടെ 1ാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങളുടെ ഫലം എന്ന് പറയുന്നത് വളരെ ശുഭകരമായ ഒരു ഫലം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ. സ്വാർത്ഥ മനോഭാവം നിങ്ങളിലില്ല. അത്രയ്ക്കും നല്ല മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ നോക്കാതെ പോലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പോലും മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ. അതുപോലെ എന്ത് കാര്യവും വളരെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ നിങ്ങളെ ഏൽപ്പിക്കാവുന്നതാണ്, നിങ്ങളോട് പറയാവുന്നതാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരിലുമുണ്ട്. പലരും നിങ്ങളോടത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ ആഗ്രഹിക്കാറില്ല. ഈശ്വരാധീനം നിങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈശ്വരനെ മറന്നുള്ള ജീവിതം നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല. എല്ലാത്തിലുമുപരി ഈശ്വരൻ്റെ ഒരു വലിയ തീരുമാനമുണ്ട്. അതുപോലെ മാത്രമേ എല്ലാം നടക്കൂ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു നല്ല വഴികാട്ടിയാണ് എന്ന് തന്നെ പറയാം. പലർക്കും നിങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പലരും നിങ്ങളെപ്പോലെ ആവാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വല്ലാതെ പ്രയാസപ്പെടുന്നു. നിങ്ങൾ എന്തോ ദുഃഖത്തിലാണ് എന്നിവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ആരുടെയോ വേർപാടിലാണ് നിങ്ങൾ ഇപ്പോൾ ഇത്രമാത്രം ദുഃഖിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് വേണ്ടി, ആ ഒരു വ്യക്തിയുടെ മടങ്ങിവരവിനായി നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു എന്നിവിടെ കാണാൻ സാധിക്കുന്നു. ഒരു വ്യക്തി മൂലം തന്നെയാണ് നിങ്ങളിപ്പോൾ ദുഃഖിക്കുന്നത്. ഒരുപക്ഷെ ആ വ്യക്തി ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരിക്കാം. ആ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ ഇപ്പോൾ തളർത്തുന്നുണ്ട്. എന്നാൽ വളരെ ശുഭകരമായ, നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു ഫലം തന്നെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ദുഃഖം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ്. ഒരു പക്ഷേ ആ വ്യക്തിയുടെ മടങ്ങിവരവിലൂടെ
നിങ്ങളുടെ ദുഃഖം ഇല്ലാതാകുന്നതാണ്. അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള, അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്, ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം ഉടൻ നൽകുന്നതാണ്. പഴയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറി നിങ്ങളിൽ ഒരു പുതുവെളിച്ചം ഉടൻ തന്നെ വന്നു ചേരുന്നതാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പ്രയാസപ്പെടരുത്. സന്തോഷകരമായ ദിനങ്ങൾ ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളിൽ നിന്നും ഉടൻ ഒഴിഞ്ഞു പോകുന്നതാണ്. ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥന മുടക്കരുത്. നിരന്തരമായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ ഫലം ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഉടൻ എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെയോ അല്ല, 1-2 മാസങ്ങൾക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. ഇനി വരാഹി ദേവിയുടെ 2ാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ എപ്പോൾ അവസാനിക്കും എന്ന് നോക്കാം. ഒരു കാലത്ത് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ജീവിച്ചു വന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇപ്പോൾ ധാരാളം പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും നടുവിലാണ് നിങ്ങൾ. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ നേടിയെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക്. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ ഒന്നും നേരെയാവുന്നില്ല. പ്രധാനമായും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടിൻ്റെ കാരണം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. കടങ്ങൾ മൂലമുള്ള പ്രയാസങ്ങളാണ് നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നത്. ഒരുപക്ഷേ ഇത് നിങ്ങളുടെ പരീക്ഷണ ഘട്ടം തന്നെയാണ്. ഇതിനോടകം തന്നെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചടികൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ആപത്ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച പലരും നിങ്ങളെ കൈയൊഴിഞ്ഞിരിക്കുന്നു. ധാരാളം ആളുകൾ നിങ്ങളെ ചതിച്ചിരിക്കുന്നു. ഇനിയും മുന്നോട്ട് ഇത്തരം ചതികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണഘട്ടമായി കണക്കാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു പോവാൻ ഇനിയും സമയമെടുക്കും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത്. ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതിലും വലിയ വെല്ലുവിളികളെ നിങ്ങൾ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും അത്തരം സാഹചര്യങ്ങളിൽ പതറരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. കാരണം എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതായി സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് ഈശ്വരൻ നിങ്ങൾക്ക് തരുന്ന പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിനൊടുവിൽ വിജയം നിങ്ങൾക്കരികിലെത്തുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ നിരന്തരമായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊരു വഴി എവിടെ നിന്നെങ്കിലും തുറന്നു കിട്ടുന്നതാണ്. ഇഷ്ടദേവത നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അതിനായി അല്പം കാത്തിരിക്കണം എന്നു മാത്രം. എത്ര താഴ്ത്തിയാലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയും നിങ്ങൾ മറികടക്കുന്നതാണ്. ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.